ഇപ്പോൾ കേരളത്തിൽ നികുതിദായകരായ എത്രയോ അധികം ആളുകളുണ്ട്, സാലറീഡ് ക്ലാസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നവരും അതുപോലെ തന്നെ നികുതി കൊടുക്കേണ്ടവരുമായിട്ടുള്ള ആളുകൾ. 1,00,000 രൂപ വരെ ഒരു മാസം വരുമാനമുള്ള ആൾക്ക് ഇനി മുതൽ ഈ ഇൻകം ടാക്സിന്റെ ബേർഡൻ ഇല്ല എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമല്ലേ? ഓക്കെ, ഈ പറഞ്ഞ കേരളത്തിന് കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ മലയാളികളായ ആളുകളോട്, പ്രത്യേകിച്ച് ഈ സാലറീഡ് ക്ലാസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. കാരണം അവരുടെ ടാക്സ് ബേർഡൻ ഒഴിവായി കഴിഞ്ഞല്ലോ. ടാക്സ് ടെററിസം എന്ന് നിങ്ങൾ ആരോപിച്ചിരുന്ന കാര്യം ഇല്ലാതായി. അഭിലാഷേ, അതായത് ഇതിനകത്തൊരു ക്യാച്ച് ഉണ്ട്. എന്നാ കാരണം വെച്ചാൽ ഒരു സ്ലോഗൻ എന്ന നിലയിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് 12 ലക്ഷം രൂപ വരുമാനമുള്ള ആൾക്കാർക്ക് ഇനി ആദായ നികുതി കൊടുക്കേണ്ടതില്ലെന്ന്. ഇത് കേട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് പെരുമ്പറ കൊട്ടും. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എത്ര ശതമാനം പേരാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നത്? 2% പേര്. അതായത് 2% പേരെ ബാധിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണത്. അത് ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പ്രഖ്യാപനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പല ചതിക്കുഴികളും ഉണ്ടെന്നുള്ളത് ഈ മേഖലയിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. എന്തിനാണ് ഇപ്പോൾ സമഗ്രമായിട്ടുള്ള ഇൻകം ടാക്സ് ബില്ല് അവതരിപ്പിക്കുന്നത് നിർമ്മലാ സീതാരാമൻ വൈകിപ്പിച്ചത്? അതായത് ഫെബ്രുവരി 5-ന് ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ന്യൂവൻസസ് എന്താണെന്ന്, അതായത് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് തൻ്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആദായ നികുതി ഇൻകം ടാക്സ് ബില്ലിൻ്റെ അവതരണം അവർ മാറ്റിവെച്ചത്. ഇനി 2% പേർ മാത്രമേ ആദായ നികുതി കൊടുക്കുന്നുള്ളൂ. 2, അതിൽ തന്നെ എത്ര ശതമാനം പേരെയായിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത്? 3, ഈ നിർദ്ദേശത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ എന്തൊക്കെയാണ്? മാറ്റിവെച്ചിരിക്കുന്ന ഇൻകം ടാക്സ് ബില്ല് ഇതാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് വരാം. അതായത് ഈ എക്കണോമിക് സർവേയിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കോവിഡിന് മുമ്പുണ്ടായിരുന്ന കൂലി പോലും നമ്മുടെ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. എക്കണോമിക് സർവേ ഉണ്ടാക്കിയത് ജോൺ ബ്രിട്ടാസോ അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജോ ഒന്നും അല്ലല്ലോ. അതായത് ഈ സർക്കാർ തന്നെ ഉണ്ടാക്കിയതാണ്. അതായത് കോവിഡിന് മുമ്പ് ഇന്ത്യയിലെ ജീവനക്കാർക്ക് അതല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കിട്ടിയിരുന്ന വേതനം ഇപ്പോൾ കിട്ടുന്നില്ല എന്ന്. അതായത് ഈ കഴിഞ്ഞ 4-5 വർഷത്തെ നാണയപ്പെരുപ്പത്തിൻ്റെ തോതുകൂടി പരിശോധിക്കുമ്പോൾ അവരുടെ വരുമാനം പാതിയായി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ആദായ നികുതി ഇളവിലെ മറ്റൊരു ചതിക്കുഴി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ നാണയപ്പെരുപ്പം നിയന്ത്രണാതീതമായി പോകുന്നുകൊണ്ട്, ഇനി ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നിർമ്മലാ സീതാരാമൻ ചില ഇളവ് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ അവരെ സാക്ഷി നിർത്തി ലോക്സഭയിൽ രാജ്യസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വന്ന് മടങ്ങിയാൽ ആ വിമാനക്കൂലിയിൽ 2 വർഷം കൊണ്ടായിട്ടുള്ള വർധനവ് കൊണ്ട് തന്നെ നിങ്ങൾ നൽകിയ ഇളവ് ഭസ്മമായി പോകുമെന്നുള്ളത്. അതായത് മറ്റെല്ലാ മേഖലയിലും ഈ ചെലവുകൾ വർദ്ധിക്കുമ്പോൾ ഈ പറയുന്ന സാലറീഡ് ക്ലാസ്സിന് കിട്ടിയെന്ന് ഇവർ പറയുന്ന ആ ഇളവ് പോലും യഥാർത്ഥത്തിൽ നിഷ്പ്രഭമായി പോകും. ഇപ്പൊ ചെന്നൈയിൽ നിന്ന് അലഹബാദിലേക്ക് വിമാനത്തിൽ പറക്കുന്ന ഒരാൾക്ക് 52,000 രൂപയാണ് കൂലി, വിമാനക്കൂലി. കുംഭമേളയ്ക്ക് നടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാണ് പോകുന്നത്? ജനത്തിന്റെ പോക്കറ്റിൽ നിന്നല്ലേ? അതുകൊണ്ട് ആരെയൊക്കെ ബാധിക്കുന്ന വിഷയമാണെന്ന് നോക്കുക. ഞാൻ അഭിലാഷോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ. അതായത് നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ഒരു ചിത്രമാണ് യഥാർത്ഥത്തിൽ എക്കണോമിക് സർവേ വരച്ചു കാട്ടിയത്. അതിൽ യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ചെയ്തത്. ഞാൻ ഇന്നലെ ട്വീറ്റ് ചെയ്തിരുന്നു. അതായത് നിങ്ങൾ ഈ ജനങ്ങളെ അവിശ്വസിക്കുന്നത് അവസാനിപ്പിക്കണം. ഈ ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ ഈ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് ഈ എക്കണോമിക് സർവേ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരാളെ ഗിൽറ്റിയായി പ്രഖ്യാപിക്കുന്നത് വരെ അയാളെ ഇന്നസെൻ്റായി കാണണം. അല്ലാതെ ഇന്നസെൻ്റായി പ്രഖ്യാപിക്കുന്നത് വരെ അയാളെ ഗിൽറ്റിയായി കാണുന്ന ഈ ഇൻകം ടാക്സിൻ്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഒക്കെ സമീപനം മാറ്റണമെന്ന് കൃത്യമായിട്ട് ഈ എക്കണോമിക് സർവേ വരച്ചു കാട്ടുന്നുണ്ട്. ഇനി കേരളത്തിൻ്റെ അവഗണനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഒന്നും വേണ്ട. അതായത് ഈ കേന്ദ്രത്തിന് മുതൽക്കൂട്ടുണ്ടാക്കുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെടുന്ന വിഭാഗമാണ് പ്രവാസി മലയാളികൾ. അതായത് ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ നാണ്യത്തിൻ്റെ 28% സമ്മാനിക്കുന്നത് മലയാളിയാണ്. കേരള ഗവൺമെൻറ് ദീർഘകാലമായി ആവശ്യപ്പെടുന്നു ഈ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു 300 കോടി രൂപ അനുവദിക്കണമെന്നുള്ളത്. അനുവദിച്ചില്ലല്ലോ. ഇപ്പോൾ എക്കണോമിക് സർവേ എന്താ പറഞ്ഞത്? കഴിഞ്ഞ 8 മാസക്കാലത്തിനിടയ്ക്ക് 3.25 ലക്ഷം കോടിക്ക് തുല്യമായിട്ടുള്ള വിദേശ നാണ്യം, അതായത് വിദേശ നിക്ഷേപം ഇവിടുന്ന് പലായനം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് രൂപയുടെ വിലയിടിവ് ഉണ്ടായത്. ആ രൂപയുടെ വിലയിടിവ് ഉണ്ടായത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? മൂല്യത്തകർച്ച കാരണം നമ്മുടെ പെട്രോൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ, എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നു. എന്തെങ്കിലും ഒരു പരിഹാരം ഇവരുണ്ടാക്കിയോ?
അല്ലെങ്കിൽ ഈ വിദേശ നാടിൽ നേടിത്തരുന്ന ഈ പ്രവാസികൾക്ക് വേണ്ടി 1 രൂപ കൊടുത്തോ? ഇനി കാർഷിക മേഖലയെക്കുറിച്ച് പറയട്ടെ. എൻ്റെ സ്നേഹിതൻ ഷാബു പ്രസാദ് അദ്ദേഹം എന്തൊക്കെയോ പുലമ്പെന്ന് കണ്ടിരുന്നു. ഇതൊന്നും പറയാൻ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വേണ്ട ഷാബു പ്രസാദ്. എന്താ കാരണം മനപ്പാടമാണ്. ഇന്ത്യയുടെ പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലുണ്ട്, മനപ്പാടമാണ്. നിങ്ങൾ 2018 ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി, എന്താ മിണ്ടായിരിക്കുന്നത്? നിങ്ങളിപ്പോൾ 2047 വികസിത ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. 2018 അദ്ദേഹം പറഞ്ഞു 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന്. ഇന്ന് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. ഇന്നിപ്പോൾ പറയുവാണ് ഇന്ത്യയിലെ 100 ജില്ലകളെ ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ട് നൂതനമായിട്ടുള്ള കൃഷി രീതികൾ പരീക്ഷിക്കാം, എന്നിട്ട് അതിന് 50% കേരള ഗവൺമെന്റ് കൊടുക്കുന്നത്. നിങ്ങൾ ഒരു നൂതന രീതിയും പരീക്ഷിക്കേണ്ട, ഓരോ സംസ്ഥാനത്തെ കൊടുക്കേണ്ട പൈസയും കൊടുത്താൽ മതി. ഞങ്ങളുടെ അടുത്തുനിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം ഞങ്ങൾക്ക് തന്നാൽ മതി. നിങ്ങളുടെ പ്രത്യേകിച്ച് ഒരു നൂതന വിദ്യയും ഈ ഡൽഹിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൈമാറേണ്ട ആവശ്യമില്ല. ഫ്രാൻസിസ് ജോർജ് പറയുന്ന പോലെ ഈ കർഷകരെ പീഡിപ്പിക്കുന്ന പരിപാടി, അല്ലെങ്കിൽ ഇറക്കുമതി തീരുവയിൽ വ്യവസായികൾ കൊടുക്കുന്ന ഇളവ്, ഇന്ത്യയിലെ ടയർ കമ്പനികൾക്ക് വാരിക്കോരി കൊടുക്കുന്ന ആനുകൂല്യം, ഇതൊക്കെ ഒന്ന് കുറച്ചിട്ട് കേരളത്തിലെ റബ്ബർ കർഷകരെ ഒന്ന് സഹായിച്ചാൽ മതി, കേരളം രക്ഷപ്പെടും. അതല്ലാതെ നിങ്ങളുടെ അനുകമ്പയോ കനിവോ അല്ലെങ്കിൽ കാരുണ്യമോ ഒന്നും കേരളത്തിലെ കർഷകർക്കോ മലയാളിക്കോ വേണ്ടതില്ല. അർഹതപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്.